എനിക്ക് തോന്നുന്നു 2026 ഈ പല സിനിമകളുടെയും രണ്ടാം ഭാഗവും മൂന്നാം ഭാഗവും റിലീസ് ആവുന്ന ഒരു വർഷമാണ്. അതിൽ ദൃശ്യമുണ്ട്, നമ്മുടെ ആടുണ്ട്, വാഴ 2 വരുന്നുണ്ട്. സോ മറ്റു ഭാഷകളിലെ സിനിമകൾ റിലീസ് ആവുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ നമ്മുടെ വാഴ, അത് ഇൻഫ്ലുവൻസസ്, സോഷ്യൽ മീഡിയയിലെ പല സെലിബ്രിറ്റീസുകൾ ഒന്നിക്കുന്ന ഈ സിനിമ വരുമ്പോൾ എന്താ നിങ്ങളുടെ ഫീല് ശരിക്കും? വാഴയിലെ 4 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. ഞാൻ പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന് പറഞ്ഞിട്ടാ. ഇവര് 4 പേരാണ് സിനിമയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. 4 പേരാണ് നായകന്മാര്. നമ്മളവരുടെയൊക്കെ ചെറുതായിട്ടിട്ടേ ഉള്ളൂ. വിനായക് ചേട്ടന്റെ അച്ഛനായിട്ട്, അച്ഛൻ വിനായക് ചേട്ടന്റെ സുഹൃത്ത് ഹാഷിർ, ഹാഷിന്റെ സുഹൃത്ത് ഹാഷിറിന്റെ അച്ഛനാരും ശരിക്കും ഇതില് സിനിമയിലൂടെയാണ് അതിന്റെ ഇത് പറഞ്ഞു പോകുന്നത്. അല്ലാതെ എല്ലാവരും കണക്റ്റഡ് ആണ്. എല്ലാവരും ഒന്നെങ്കിൽ സ്കൂൾ മേറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അച്ഛനമ്മ, ചേട്ടൻ, അനിയൻ, അനിയത്തി, അങ്ങനെ കുറെ റിലേഷൻഷിപ്സ് പറഞ്ഞു പോകുന്നുണ്ട് ഇതിൽ പറയുന്നുണ്ട്. ശരിക്കും നിങ്ങളെ മെയിൻ കഥാപാത്രമാക്കിയിട്ടാണ് ഈ സിനിമ വാഴ 2 വരുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞ സമയത്തുള്ള ആദ്യത്തെ റിയാക്ഷൻ എന്തായിരുന്നു? ഭയങ്കര സന്തോഷമായിരുന്നു. അതായത് നമ്മളെ വെച്ചൊരു സിനിമ വരുന്നു, അതങ്ങനെ ഞങ്ങൾ ആരോടും പറഞ്ഞില്ല. ആദ്യം നമ്മൾ 4 സംസാരിച്ച് നിന്ന, വെളിയിൽ സംസാരിക്കാൻ വേണ്ടി നിന്നില്ല. ഒതുക്കി എല്ലാം ഇങ്ങനെ കുറച്ച് ഒതുക്കുന്ന ആൾക്കാരാ തോന്നുന്നല്ലേ, പുറത്തൊന്നും അധികം പറയാത്ത സാഹചര്യം അനുസരിച്ച്. ഓക്കെ. ഇപ്പം അസീസ്ക വാഴയില് ചെയ്യുന്ന സമയത്ത് ഇത്രയും വലിയ മകന്റെ അച്ഛനായിട്ട് അഭിനയിക്കുമ്പോൾ ആൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ സിനിമ റിലീസിന് ശേഷമാണ് പറഞ്ഞത്, ഓ ഇത് ഞാൻ മിസ്സാക്കിയ, നഷ്ടമായി പോയേനേന്ന്. ശരിക്കും ഇതിൽ അച്ഛൻ വേഷം ചെയ്യുമ്പോൾ എന്തായിരുന്നു മനസ്സിൽ? അല്ല, ഇതിനകത്ത് വിളിക്കുമ്പോൾ തന്നെ അത്ഭുതം വരുന്നു എനിക്ക്. സത്യം പറഞ്ഞാൽ നമ്മള് ഫുൾ കോമഡിയാണ് സിനിമ, ഫുൾ കോമഡിയാണ്. പിന്നെ നമ്മൾ വാഴ ഫസ്റ്റ് കണ്ടാണല്ലോ നമ്മള്, അതേപോലെയൊക്കെ തന്നെയാണ് ഫുൾ കോമഡിയും. പിന്നെ ഇതിനകത്ത് കുറച്ചും കൂടി ഹ്യൂമർ കൂടുതൽ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കുറച്ചും കൂടി ഇത്തിരി വലിയ പ്രതലമാണ് ഈ സിനിമ സെക്കൻഡിലേക്ക് വരുമ്പോൾ. അപ്പം നമ്മൾ ഈ ഫസ്റ്റ് പാർട്ടൊക്കെ നമ്മൾ കണ്ടാണല്ലോ. അപ്പം നമ്മൾ കണ്ടപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ കൂടെ കളിച്ചിരുന്ന, മിമിക്രി കളിച്ചിരുന്ന അസീസ്, നോബി, നസീർക്ക, ഇവരൊക്കെ നമ്മൾ ഒരു മിമിക്രിക്കാരൻ എന്നുള്ള രീതിയിൽ നമുക്ക് സിനിമയിലൊക്കെ ചാൻസ് കിട്ടുമ്പോൾ എനിക്ക് ഇത്തിരി കൂടുതലാണ് കിട്ടിയാണെന്ന്. കാരണം ആദ്യം മമ്മൂക്ക് വിളിക്കുന്നു, വലിയ സിനിമയിൽ അഭിനയിക്കുന്നു. പക്ഷെ ഞാനൊക്കെ ആദ്യം ഉദ്ദേശിച്ചാണ് ചെറിയ ചെറിയ ചായ കൊടുക്കുന്ന സീൻ, അല്ലെങ്കിൽ ഒരു പോസ്റ്റ്മാൻ, ഇതൊക്കെയാണ് നമ്മൾ ആദ്യം മിമിക്രി എന്ന് ഉദ്ദേശിച്ചത്. പക്ഷേ എൻ്റെ ഭാഗ്യത്തിന് മമ്മൂക്ക വിളിക്കുകയും പത്തൊമ്പതിലും എനിക്ക് പിന്നെ കുറേ വലിയ സിനിമകളൊക്കെ ചെയ്യാൻ പറ്റി. എന്നിട്ടും നമ്മൾ ഇതിന് ഈ വാഴക്ക് തൊട്ട് മുമ്പ് വരെ ഒരു അച്ഛനായിട്ടൊന്നും ഇതുവരെ അഭിനയിച്ചിട്ടില്ല. എല്ലാം കൂട്ടുകാരന്മാർ അല്ലെങ്കിൽ അയൽവക്കക്കാരൻ ഇതൊക്കെയാണല്ലോ. പക്ഷേ അപ്പം ഈ അസീസിൻ്റെ നമ്മുടെ നസീർക്ക് അങ്ങനെ ഇത് കണ്ടപ്പോൾ നമുക്ക് അത്ഭുതം തോന്നിയത്, ഒരിക്കലും നമ്മൾ ഒരു സെക്കൻഡ് ഇറങ്ങുമെന്നോ സെക്കൻഡിൽ നമ്മളായിരിക്കും അവരുടെ പോലെ അച്ഛനായിട്ട് അഭിനയിക്കണമെന്ന് ഒരിക്കലും നമ്മൾ വിചാരിച്ചിട്ടില്ല. പിന്നെ സെക്കൻഡ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴും നമ്മൾ ഒരു സിനിമയുടെ സെക്കൻഡ് എന്ന് പറയുമ്പോൾ അതിലെ നായകൻ, അതിലെ നായിക, ചുറ്റുപാടുകൾ, അങ്ങനെയാണല്ലോ സെക്കൻഡൊക്കെ കാണുന്നത് നമ്മൾ. പക്ഷെ ഈ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പുതുമയാണ് ഇതിന്. കാരണം അതിനകത്തുള്ള ആരും ഇതിനകത്തില്ല. ഇവര് തന്നെ അവസാനം എന്തോ ഒരു സാധനത്തിൽ വന്ന് പോകുന്നേ ഉള്ളൂ തോന്നുന്നു ഫസ്റ്റില് ഉള്ളത്. അത് ഇതിന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. കാരണം മറ്റുള്ള സിനിമകൾ അങ്ങനെയല്ലല്ലോ. അപ്പൊ നമ്മൾ ഒരിക്കലും അവരൊക്കെ തന്നെ ആയിരിക്കും അച്ഛൻ, അവര് തന്നെ ആയിരിക്കും മക്കള്, പിന്നെ ഇവരും ഉണ്ടാവും. അപ്പൊ നമ്മള് ഇത് കാണാൻ വേണ്ടി ആകാംക്ഷയോട് കാത്തിരുന്ന സെക്കൻഡ് വരട്ടെ, ഉഗ്രനായിരിക്കും. അങ്ങനെയാണ് നമുക്ക് എന്താ പറയുക, ഓർക്കപ്പുറത്ത് ഒരു ഭാഗ്യം വരും എന്നൊക്കെ പറയില്ലേ, അതേപോലെ വിളിച്ചത്. അപ്പോൾ ഭയങ്കര സന്തോഷവും പിന്നെ എന്താണ് പറയണത്, അത്ഭുതവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോങ്ങിൽ കമന്റ്സ് ഞാൻ നോക്കിയപ്പോഴേ നിങ്ങൾ രണ്ടുപേര് കറക്റ്റ് അച്ഛൻ മകൻ അങ്ങനെ കമന്റ്സ് വന്നേ. കാസ്റ്റിംഗ് ഭയങ്കര ഗംഭീരായിരുന്നു എല്ലാവരുടെയും. ആൻഡ് നിങ്ങളുടെ കുട്ടിക്കാലവും അതും ഭയങ്കര രസമായിരുന്നു. കാസ്റ്റിംഗ് ഡയറക്ടറാണ് ആ കൈയടി കൊടുക്കേണ്ടത്. കറക്റ്റ് കാസ്റ്റിംഗ് ഭയങ്കര രസമായിരുന്നു. ആൻഡ് ദേവരാജ് പേര് തന്നെ ഭയങ്കര, ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴേ പേര് കണ്ടപ്പോൾ ദേവരാജ്, ഇതാരപ്പോ ദേവരാജ് നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരുന്നില്ല. സോ പേര് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു പേരാണ്. ആൻഡ് അഭിനയം ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഈ പറയുന്ന മുഖങ്ങൾ നമുക്ക് ഭയങ്കര ഫെമിലിയർ ആണ്. നിങ്ങളുടെ അത്രയും പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾ ഓരോ പ്രൊഡക്റ്റ് ഇറക്കുന്ന സമയത്തും അഭിനയത്തിലും ക്വാളിറ്റിയിലും നിങ്ങൾ വിട്ടുവീഴ്ച കൊടുക്കാറില്ല. സോ ഈ സിനിമയുടെ ഭാഗമാവുന്നത് എങ്ങനെയാണ് ദേവരാജ്? ഞങ്ങൾ യുറേക്ക തുടങ്ങിയൊരു വളരെ ഏർലി സ്റ്റേജിലാണ് വിപിൻ ചേട്ടൻ മെസ്സേജ് അയക്കും, എടാ നിങ്ങളെ പരിപാടികൾ കാണുന്നുണ്ട്, കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിരുന്നു. ഇപ്പോഴാണ് ഞങ്ങൾ യുറേക്ക തുടങ്ങി കുറച്ച് ഒരു വർഷം കഴിയുന്നത്. ഇത് 1 വർഷം മുന്നേ തുടങ്ങിയതാണ്. വാഴയുടെ ഷൂട്ടും കാര്യങ്ങളും കാസ്റ്റിങ്ങൊക്കെ 1 വർഷം, അതിലും ടൈമായി അത് തുടങ്ങിയിട്ട്. അപ്പോൾ 1 വർഷം മുന്നേ ഞങ്ങൾ വളരെ ഏർലി സ്റ്റേജാണ്. അപ്പോഴൊന്നും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷേ സിനിമയിലേക്കുള്ളൊരു വിളി പ്രതീക്ഷിച്ചിട്ടില്ല.
കാരണം നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. 3-4 മാസം എന്ന് പറയുമ്പോൾ അധികം ആരും ഫിലിം ഫീൽഡിലുള്ള ഒരുപാട് പേരൊന്നും ഞങ്ങളെ കണ്ടു തുടങ്ങിയിട്ടില്ല. പക്ഷേ വിപിൻ ചേട്ടൻ ഞങ്ങൾ അന്ന് മുതലേ കാണുന്നുണ്ട്, നോട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി മെസ്സേജ് അയച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവസാനം ഇവർ വാഴ 2 തുടങ്ങുന്നത് സംഭവിക്കുന്നത് ഇവരിലൂടെയാണ്. ഇവർ 4 പേരുമാണ് ഇതിൽ. ഹാഷിർ, അലൻ, വിനായക്, അജിൻ, ഇവർ 4 പേരിലൂടെയാണ് കഥ പോകുന്നത്. അപ്പോൾ അതിലേക്ക് അവരുടെ കൂടെ സഞ്ചരിക്കുന്ന ക്ലാസ്മേറ്റ്സായിട്ടും അവരുടെ ബ്രദേഴ്സായിട്ടും ഒക്കെയുള്ള കുറേ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാസ്റ്റിങ്ങിൽ അവസാന മൊമെൻറ്റിലാണ് ഞാൻ ഇന്നാവുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നേ ഇല്ല. ഇപ്പോൾ ബിജുക്കുട്ടൻ ചേട്ടൻ പറഞ്ഞു ഇത്രയും കാലം നിന്ന് പുള്ളി എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെപ്പോലുള്ള ഏറ്റവും തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർ ഇമാജിൻ ചെയ്യുന്നില്ല ഇങ്ങനൊരു പരിപാടിയിലേക്ക് വിളിക്കും. അതിങ്ങനത്തെ ഒരു ഫ്രാഞ്ചൈസി പോലെയുള്ള ഫസ്റ്റ് പാർട്ട് അത്രയും ഹിറ്റായൊരു പടം ഞാൻ പലപ്പോഴും നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയാറുണ്ട്. വാഴ 1 തിയേറ്ററിൽ പോയി കാണുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അന്ന് ഞങ്ങൾ വീഡിയോസ് ഷൂട്ട് ചെയ്ത് തുടങ്ങിയ സമയമാണ്. വാഴ 1 ഒരു റീൽ എടുക്കാൻ വേണ്ടി ഞങ്ങൾ തിയേറ്ററിൽ പോകുന്നത്. തിയേറ്ററിൽ നിന്ന് സംസാരിക്കുന്ന ഒരു റീൽ ഞങ്ങൾ അതിനിടയ്ക്ക് എടുത്തു, ചാനലിൽ പോസ്റ്റ് ചെയ്തു. അന്നറിയില്ല ഇത് കണ്ട് വേറെ ഇതിലേക്ക് വിളി വരുന്നുള്ളതൊക്കെ. അപ്പോൾ ഭയങ്കര ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു. പിന്നെ ഇവരുടെ വീഡിയോസ് കുറേ കാലങ്ങളായിട്ട് കാണുന്നുണ്ട്. ഇവരായിട്ട് വർക്ക് ചെയ്യാന്ന് പറഞ്ഞൊരു എക്സൈറ്റ്മെൻറ്റ് ഡെഫിനറ്റ്ലി ഉണ്ട്. നിങ്ങൾ ഏത് സ്റ്റേജിലാണ് നിങ്ങളെയാണ് മെയിൻ ക്യാരക്ടേഴ്സ് ആക്കിയിട്ട് വാഴ 2 വരാൻ വേണ്ടി പോകുന്നത്? എപ്പോഴാണ് നിങ്ങൾ അറിയണേ? ഏത് സ്റ്റേജിലാണ്? ഫസ്റ്റിന്റെ അവസാനം, അതായത് വാഴ 1ന്റെ അവസാനത്തെ നമ്മളിങ്ങനെ അറിയിച്ചു. ഓക്കെ. നിങ്ങളുടെയൊക്കെ ഒരു ഡ്രീം എന്ന് പറയുന്നത് സിനിമയായിരിക്കില്ലേ? അതായത് പണ്ട് സിനിമ ആഗ്രഹിക്കുന്നവര് ഇപ്പൊ മിമിക്രി, സ്റ്റേജ് പ്രോഗ്രാംസ്, പിന്നീട് അത് ഷോർട്ട് ഫിലിം ആയി, പിന്നെ ഇപ്പോൾ വെബ് സീരീസ് ആയി, നിങ്ങളിപ്പോ റീൽ കോണ്ടന്റ് വരെ എത്തി നിൽക്കുന്ന ഒരു സിനിമയാണ് നിങ്ങളുടെ ഒരു എക്സ്ട്രീം ആഗ്രഹം, ഡ്രീം എന്ന് പറയുന്നത്. സോ വളരെ എളുപ്പം എന്ന് പറയില്ല എങ്കിലും ഈ ഒരു സിനിമയുടെ ഭാഗമാവുന്ന സമയത്ത് അത് മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഫീൽ ചെയ്യണത് ശരിക്കും? അത് ശരിക്കും ഞങ്ങൾ ഈ റീല് ചെയ്ത് തുടങ്ങിയത് സിനിമയിൽ എത്തണം എന്നുള്ളൊരു ഇതുണ്ടല്ലോ. ഞങ്ങൾക്ക് സിനിമ ആഗ്രഹം ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് 4 പേർക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ റീല് ചെയ്ത് തുടങ്ങിയത് അങ്ങനെയല്ല. ഞങ്ങൾ നോർമലി അല്ലാതെ ചെയ്ത് തുടങ്ങിയതാ. ഒരു എന്റർടൈൻമെന്റ് അങ്ങനെയാണോ? ആ ഒരു രീതിക്കും പറയാം, അങ്ങനെ ചെയ്തതാ. പിന്നെയാണ് ഞങ്ങളത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുക്കുകയും അതിൽ കൂടെ തന്നെ ഇപ്പോൾ വിപിൻ ചേട്ടൻ ദേവരാജ് പറഞ്ഞല്ലോ, വിപിൻ ചേട്ടൻ ഞങ്ങളെ ശ്രദ്ധിക്കുകയും വാഴ 1 ഇങ്ങനെ ഒരു അവസരം തരികയും അതിൽ നിന്ന് പിന്നെ വാഴ 2 എത്തുകയും അങ്ങനെ ചെയ്ത് ഞങ്ങളൊരു 4 വർഷം കൊണ്ട് ആ ഒരു ടൈം എടുത്താണ് ഇങ്ങോട്ട് വന്നത്. അതെ. ഈ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട്, അത് ഇപ്പം കഴിഞ്ഞ വാഴയുടെ റിലീസ് സമയത്ത് നമ്മൾ പ്രൊമോഷൻ ഇന്റർവ്യൂവിൽ സമയത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ചത് നിങ്ങളെ കുറിച്ചാണ്. പക്ഷെ നിങ്ങൾ ഇരുന്നില്ല, പക്ഷെ എല്ലാ ഇന്റർവ്യൂവിലും ഇവരെ കുറിച്ചാണ് ചോദിച്ചുകൊണ്ടിരിക്കണേ. ആ സമയത്ത് നിങ്ങളുടെ ഫാൻ ഫോളോവേഴ്സ് ഒരു തവണ തിയേറ്ററിൽ പോയി കണ്ടിരുന്ന ഈ സിനിമ ഹിറ്റാവുന്നാണ് പറയാ. അപ്പം ഈ ആളുകളുടെ ഈ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഈ ഒരു സ്നേഹം, അതും നിങ്ങൾക്ക് ഒരുമിച്ച് സിനിമയുടെ ഭാഗമായിട്ട് വരാൻ പറ്റുന്നു, അതെങ്ങനെയാ കാണണേ ആഷിറേ? നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സിനിമ കാണാൻ വരുമെന്ന് നമുക്ക് ഒരുവിധം പ്രതീക്ഷയുണ്ട്. പക്ഷേ ഒരു സിനിമ വിജയിക്കണമെങ്കിൽ എല്ലാവരും വരണം. അതായത് നമ്മൾ കുറച്ച് പേരിലേക്കൂടെ എത്തണം. നമ്മൾ ഒരു സൈഡിൽ ആൾക്കാർക്ക് നമ്മളെ അറിയാം, നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇനി നമ്മൾ ആൾക്കാരിലേക്ക് എത്തണം. അപ്പോൾ ഈ ഒരു സിനിമയിലൂടെ അങ്ങനെ ഒരു പുതിയൊരു ഓഡിയൻസിനെ നമുക്ക് കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ റീല് പോലെയല്ല സിനിമ പോലെയല്ല റീല്, രണ്ട് രീതിയിലുള്ള ഡിഫറെൻ്റ് ആണ്. അപ്പം ആ ഒരു വ്യത്യാസം വരും. പിന്നെ അവസാനം ചോദിച്ചെന്തായിരുന്നു? അവസാനം എന്തോ ഒരു കാര്യം ചോദിച്ചല്ലോ, ഞാൻ അപ്പൊ നമ്മുടെ കംഫർട്ട് സോണിൽ നിൽക്കുന്നത് ഭയങ്കര ഹാപ്പിയുള്ള, അതിനല്ലേ കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഹാപ്പിയുള്ള ഒരു കാര്യം. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഒരു സിനിമയിൽ പോയെങ്കിൽ അവിടെ കംഫർട്ട് ആവാൻ ഇച്ചിരി സമയം എടുക്കും. പക്ഷെ നമ്മൾ ഓൾറെഡി നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് നമ്മളെ കുറ്റവും കുറവും ഞാൻ എന്താണെന്ന് കറക്റ്റ് അറിയാവുന്ന ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ എനിക്ക് ഞാനായിട്ട് തന്നെ നിൽക്കാൻ പറ്റി. അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മൾ 4 പേരും, അതായത് ആരെങ്കിലും ഒരാൾ മാത്രമാണ് ആദ്യം സിനിമ കയറുന്ന എന്നൊക്കെ ആലോചിച്ച് നിൽക്കുന്നതിനെ കാട്ടിയും നമ്മൾ 4 പേർക്കും ഒരുമിച്ച് കയറാൻ പറ്റും. അതായത് ഒരു സിനിമയിൽ ഒരു സ്ഥലത്ത്, അതായത് നമ്മളൊരു ക്യാമ്പിന് പോകണമെങ്കിൽ ജസ്റ്റ് നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് അപ്പോൾ ആ ഒരു റിസൾട്ട് സിനിമയിൽ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അത് ശരിക്കും എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ലോ. കാരണം നമ്മളായാലും ഒരു ട്രൂപ്പിൽ കളിക്കുമ്പോൾ ചിലപ്പോൾ ഒരാൾക്ക് സിനിമ കിട്ടും. നേരത്തെ പറഞ്ഞിട്ടില്ല, ജഗദീഷേട്ടൻ പറഞ്ഞല്ലേ എനിക്കും ഒരു പടം കിട്ടിയെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇപ്പം സീരിയലായാലും അങ്ങനെ അതിനകത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും അങ്ങനെ എടുക്കുമല്ലോ, നല്ല ആളുകളെ നോക്കിയല്ലേ. പക്ഷെ അത് ഒരു കിട്ടിയൊരു ഭാഗ്യം കൂടിയാണ്. കാരണം അതൊരു നല്ലൊരു കാര്യമാണ്. 1-2 പേരെടുത്താൽ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ
ആ 4 പേരും കൂടി വരുമ്പോൾ ആ കോമ്പിനേഷൻ അപ്പൊ റീല് പോലെ അല്ലെങ്കിലും സിനിമയുടേതായ പ്രത്യേകതകളുണ്ട്. പക്ഷെ 4 പേരും ഇപ്പം ഈ പറഞ്ഞു വിട്ട് തന്നെ ഒരൊറ്റ ഇതില് ഒരു എന്താ പറഞ്ഞ 4 പേരാണെങ്കിലും ഒരൊറ്റ രൂപത്തിലാണ് ഇവർ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റും, പെർഫോം ചെയ്യാനും കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇപ്പൊ ബിജു ചേട്ടന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്തെ സീനിയർ ആർട്ടിസ്റ്റ് ആണ്. ഇപ്പൊ നമ്മള് റീൽ സിനിമയിലേക്ക് വരുമ്പോൾ നിങ്ങളിങ്ങനെ പറഞ്ഞു സീനിയർ എന്നൊക്കെ പറഞ്ഞു